ഡിയേഴ്സ്, ഇനി എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസ് ആണ് കേട്ടോ. സോഷ്യൽ സയൻസിന്റെ 8th ചാപ്റ്റർ ആയ നോൺ വയലൻസ് വിസ്ഡം ആൻഡ് പവർ അല്ലെ. നോൺ വയലൻസ് വിസ്ഡം പവർ എന്താണ്? അഹിംസ, അറിവ്, അധികാരം അല്ലെ. എന്താണ് അഹിംസ എന്ന് പറഞ്ഞാല്? വയലൻസ് അല്ലാത്തത് അല്ലെ. വയലൻസ് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കൊലപാതകം അങ്ങനത്തതൊക്കെ അല്ലെ, അടി കച്ചറ അങ്ങനത്തെ ഒക്കെ അല്ലെ. നോൺ വയലൻസ് എന്ന് പറഞ്ഞാലോ അതൊന്നും ഇല്ലാത്തത് അല്ലെ, നല്ല ആൾക്കാരാവുന്നത് അല്ലെ. അടിപിടിയൊന്നുമില്ല, പിന്നെ ശാന്തമാവുക എന്നുള്ളതാണ് അല്ലെ നോൺ വയലൻസ്. വിസ്ഡം എന്താണ്? അറിവ്. പവർ എന്താണ്? അധികാരം അല്ലെ. ഇവിടെ എന്താണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ബേൺ ജംഗിൾസ് ഡൗൺ ടു ആഷസ് ടു നർച്ചർ ഗോൾഡൻ ഗ്രെയിൻസ്, hard iron wheat tame to fashion, handy tools to serve toil, lit the lamps of lore to spread the fairy zeal of life to arts, and wings to suffering souls were lent to ascend unscaled heights of your unpublished translation അല്ലേ. ഈ എന്താണ് നമ്മുടെ വൈലോപ്പള്ളിന്റെ ഈ കവിതയ്ക്കുള്ളൊരു ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലേഷൻ ആണ് ഇത് കേട്ടോ. നോക്കാം. കാടും പടലും വെണ്ണീരാക്കി, എന്താണ്? കാടും പടലും വെണ്ണീരാക്കി, കനകക്കതിരിന് വളമേകി, കഠിനമിരുമ്പ് കുഴമ്പാക്കി, പല കരുനിര വാർത്തു പണിക്കേകി, അറിവിൻ തിരികൾ കൊളുത്തിക്കലകൾ കാവേശത്തിൽ ചൂടേകി, മാലോടിയയും മർത്യാത്മാവിനെ മേലോട്ടുയരാൻ ചിറകുതകി. വൈലോപ്പള്ളിന്റെ അല്ലെ. എന്താണ്? കാടും പടലും വെണ്ണീരാക്കി നമ്മൾ പഠിച്ചതാണ് അല്ലെ. കാടും പടലൊക്കെ എന്താണ്? ചുട്ട് വെണ്ണീരാക്കി അല്ലെ. എന്നിട്ട് എന്താണ്? ഈ ധാന്യത്തിന് അല്ലെ, കനകക്കതിരിന് എന്താണ്? അത് ഈ വെണ്ണീര് വളമേകി അല്ലെ. പിന്നെന്താണ്? കഠിനമായിട്ടുള്ള ഇരുമ്പ് എന്താക്കി? ചൂടാക്കി കുഴമ്പാക്കി രൂപത്തിലാക്കിയിട്ട് എന്താക്കി? പല എന്താണ് പണിയായുധങ്ങളും ഉണ്ടാക്കി അല്ലെ. പിന്നെന്താണ്? നമ്മൾ അറിവിന്റെ തിരികൾ കൊളുത്തിയിട്ട് എന്താണ്? ആവേശത്തിൽ ചൂടേകി എന്താണ്? ഈ ചിറക് ഉണ്ടാക്കി. ആർക്ക്? നമ്മളെ സഫറിങ് സോൾസ് അല്ലെ. എന്താണ്? ഈ ബുദ്ധിമുട്ടുന്ന ആത്മാവിനൊക്കെ എന്താക്കി? ചിറകുകൾ വിടർത്തി. അതായത് മനുഷ്യന്മാരില്ല, ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാർക്ക് ചിറക് കഴിക്കുന്ന അല്ലെ. പിന്നെന്താണ്? മേലോട്ട് വരാൻ ചിറക് കഴിക്കി. അതാണ് വൈലോപ്പള്ളിന്റെ കേട്ടോ. നോക്കാം നമുക്ക്. റീഡ് ദ ഗിവൺ പോയം. നിങ്ങൾ വായിച്ചു അല്ലെ. മുകളിൽ കൊടുത്ത കവിതാഭാഗം ശ്രദ്ധിക്കുക അല്ലെ. ബേസ്ഡ് ഓൺ ദിസ് പോയം ഫൈൻഡ് ഔട്ട് ദ വേ ഇൻ വിച്ച് ദ ഹ്യൂമൻ ലൈഫ് അറ്റൈൻഡ് പ്രോഗ്രസ് ഇൻ ഇന്ത്യ. വി ഹാവ് ഡിസ്കസ്ഡ് ദ ആര്യൻ ഇൻവേഷൻ അലോങ് ദ ഗംഗാറ്റിക് വാലി അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിൽ മനുഷ്യ ജീവിതം പുരോഗമിച്ചത് എപ്രകാരമായിരുന്നു എന്ന് ഈ കവിതാഭാഗത്തെ ആസ്പദമാക്കി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. എങ്ങനെയായിരുന്നു ഈ മനുഷ്യ ജീവിതം ഇന്ത്യയിൽ പുരോഗമിച്ചത്? അവിടെ തന്നെ പറയുന്നില്ലേ. കാടും പടലും വെണ്ണീരാക്കി, കനകക്കതിരിന് വളമേകി അല്ലെ, കഠിനമിരുമ്പ് കുഴമ്പാക്കി, പല കരു നീരവാർത്തും പണിക്കേകി അല്ലെ. We have discussed the Aryan invasion along the Gangatic Valley അല്ലെ. എന്താണ്? ഈ ഗംഗാ സമതലത്തിലേക്കുള്ള ആര്യന്മാരുടെ മുന്നേറ്റം നമ്മൾ ചർച്ച ചെയ്തല്ലോ അല്ലെ. As a result of Aryan expansion to the Gangatic plains by the 6th century BC, several agricultural lands and settlements were formed in the region. These settlements with the newly developed trading centers and towns were known as Janapadas. Several such Janapadas extended up to the Godavari basin. 16 Janapadas gained and prominence among them and came to be known as the Mahajanapadas. Magadha was the most powerful among the Mahajanapadas. Locate Magadha in the given map. എന്താണ് ഇവിടെ പറയുന്നത്? ഈ ഗംഗാറ്റിക് പ്ലെയിനിലേക്കുള്ള ഈ ആര്യന്മാരുടെ മുന്നേറ്റം നമ്മൾ ചർച്ച ചെയ്തില്ലേ. ആര്യന്മാരുടെ വ്യാപനത്തെ തുടർന്ന് എന്താക്കി? BC 6ാം നൂറ്റാണ്ടോടെ 6th സെഞ്ചുറിയിലോട് കൂടി എന്താക്കി? ഗംഗാ സമതലത്തിൽ കാർഷിക മേഖലകൾ എന്താക്കി? രൂപം കൊണ്ടു അല്ലെ. പിന്നെന്താണ്? രൂപം കൊണ്ട് പിന്നെ കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ ഇവ എന്താണ്? ജനപദങ്ങൾ എന്നറിയപ്പെട്ടു അല്ലെ. എന്താണ് ഇവിടെ പറഞ്ഞത്? ഈ കാർഷിക മേഖലകൾ രൂപം കൊണ്ടപ്പോ പിന്നെന്താ? കൈമാറ്റ കേന്ദ്രങ്ങളും പട്ടണങ്ങളും അടങ്ങിയ ഒരു ഇത് വന്നു അല്ലെ. അപ്പൊ അവ എന്താണ്? ജനപദങ്ങൾ എന്നറിയപ്പെട്ടു. ഇത്തരം ജനപദങ്ങൾ ഗോദാവരിയുടെ തടം വരെ വ്യാപിച്ചിരുന്നു. അവയിൽ 16 എണ്ണം എന്താക്കി? ശക്തി ആർജിച്ചു. കുറെ ജനപദാസ് ഉണ്ടായി അല്ലെ. ആ ജനപദാസിൽ എന്താണ്? 16 16th ജനപദാസ് എന്താക്കി? നല്ല ശക്തി ആർജിച്ചു. അവയെ എന്താണ്? മഹാജനപദങ്ങൾ എന്ന് വിളിച്ചു അല്ലെ. ഈ 16 ശക്തി, ഈ ജനപദങ്ങൾ കുറെ ഉണ്ടായി അല്ലെ. ഈ ജനപദ കുറെ ഉണ്ടായി 16 എന്താണ്? നല്ല ശക്തി ആർജിച്ചു അല്ലെ. അതിനെന്താണ്? മഹാജനപദാസ് എന്ന് വിളിച്ചു അല്ലെ. പിന്നെന്താണ്? അതിൽ Magadha was the most powerful among the Mahajanapadas അല്ലെ. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു എന്ത്? മഗധ. ഓക്കെ. അപ്പം എന്താണ്? ജനപദാസ് അല്ലെ. ജനപദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ
ന്യൂലി ഡെവലപ്ഡ് ട്രേഡിംഗ് സെന്റേഴ്സ് ആൻഡ് ടൗൺസ് were known as ജനപദാസ് അല്ലെ. പുതിയതായിട്ട് എന്താണ് എന്താ പറഞ്ഞത്, കൈമാറ്റ കേന്ദ്രങ്ങളും അല്ലെ, പിന്നെ പട്ടണങ്ങളും അടങ്ങിയ അവയെ ജനപദങ്ങൾ എന്നറിയപ്പെട്ടു അല്ലെ. അപ്പം ജനപദാസ് എത്ര കുറെ ഉണ്ടായിരുന്നു. അതിൽ 16 എന്താണ് പ്രൊമിനൻസ് അല്ലെ, എന്താ ശക്തി ആർജിച്ചു. പിന്നെ എന്താക്കി, ആ 16 ശക്തി ആർജിച്ചവയെ എന്താണ് മഹാജനപദാസ് എന്ന് വിളിച്ചു അല്ലെ. ഈ മഹാജനപദാസില് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു എന്ത്, മഗധ. ഓക്കെ, നോക്കൂ ചിത്രത്തിൽ നോക്കൂ, മഗധ അത് അവിടെയാണ് അല്ലെ. ലൊക്കേറ്റ് ദ മഗധ ഇൻ ദ ഗിവൺ മാപ്പ് അല്ലെ. മാപ്പിൽ മഗധ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ മഗധ അവിടെ, ഗോദാവരി ഇതാ, ഗംഗ അല്ലെ. അപ്പൊ ഇതാണ് മഗധ. നോക്കൂ, ഈ മഹാജനപദാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 16 ശക്തി ആർജിച്ചു എന്ന് പറഞ്ഞില്ലേ അല്ലെ. ആ എന്താണ് 16 ഇവിടെ പറയുന്നത് അല്ലെ. മഗധ, അംഗ, വജ്ജി, എന്താണ് മല്ല, വത്സ, കാശി, പിന്നെന്താണ് വത്സ, മല്ല, കാശി, കോശാല, കോസലം അല്ലെ. പിന്നെ ചേതി, പാഞ്ചാല, പിന്നെ ആശ്മക, അവന്തി, പിന്നെന്താണ് ശൂരസേന, കുരു, മത്സ്യം, പിന്നെന്താണ് കുരു, മത്സ്യ, ഗന്ധാര ആൻഡ് കമ്പോജം അല്ലെ. ഇതൊക്കെ ആയിരുന്നു എന്ത് മഹാജനപദാസ് ട്ടോ. 16 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 അല്ലെ. ഈ 16 എന്ത് മഹാജനപദാസ് അല്ലെ. 16 ശക്തി ആർജിച്ചു അല്ലെ. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏതായിരുന്നു, ഈ മഗധയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താന്നുള്ളത്. മഗധ Magadha had large deposit of iron ore അല്ലെ. അയൺ ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാലേ ഇരുമ്പ് അല്ലെ, ഇരുമ്പയിര് അല്ലെ. അപ്പൊ എന്താണ്, മഗധ ഹാഡ് എ ലാർജ് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ അല്ലെ. വൻ തോതിൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ഒരു പ്രദേശമായിരുന്നു എന്ത്, ഈ മഗധ അല്ലെ. ദ യൂസ് ഓഫ് അയൺ വെപ്പൺസ് ആൻഡ് ഇംപ്ലിമെന്റ്സ് വർ ഇൻസ്ട്രുമെന്റൽ ഇൻ ദ ഗ്രോത്ത് ഓഫ് മഗധ അല്ലെ. എന്താണ്, മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്താണ്, അയൺ വെപ്പൺസും ഇംപ്ലിമെന്റ്സും ആയിരുന്നു അല്ലെ. ഈ മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് എന്താണ്, ഈ അയൺ വെപ്പൺസും ഇരുമ്പായുധങ്ങളും പിന്നെ ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു അല്ലെ. ഈ അയൺ വെപ്പൺസിന്റെയും ഇംപ്ലിമെന്റ്സിന്റെയും ഒക്കെ ഉപയോഗം കൊണ്ടായിരുന്നത് ഈ മഗധ എന്താണ് മഗധയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഈ ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഉപയോഗമായിരുന്നു അല്ലെ. ഇനി നോക്കൂ, iron axe implements were instrumental in the growth of Magadha അല്ലെ. Iron axe was effective in clearing the dense forest of the Gangetic plain. എന്താണ്, ഈ ഗംഗാതടത്തിലെ ഇടതൂർന്ന കാടുകൾ വെട്ടിത്തെളിക്കാൻ ഇരുമ്പ് കൊണ്ടുള്ള മഴ സഹായകമായി അല്ലെ. ഗംഗാറ്റിക് പ്ലെയിനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൻസ് ഫോറസ്റ്റ് ഒരുപാട് ഉണ്ട് അല്ലെ. അതൊക്കെ എന്താ വെട്ടിത്തെളിക്കാൻ എന്താണ് ഈ അയൺ ആക്സ് അല്ലെ, ഇരുമ്പ് ഒരു മഴ സഹായകമായി അല്ലെ. They were able to till hard soil using iron plowshare അല്ലെ. പിന്നെന്താ അവിടെ ഈ ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് എന്താക്കി നിലം ഉഴുതു മറിക്കാനും അവർക്ക് കഴിഞ്ഞു. Consequently, agricultural production increased. അപ്പൊ എന്താക്കി ഈ കാട് വെട്ടിത്തെളിച്ച് ഇരുമ്പ് കലപ്പ ഉപയോഗിച്ച് എന്താ നിലം ഉഴുതു മറിച്ചു അല്ലെ. പിന്നെന്താണ്, ഇതിന്റെ ഫലമായി എന്താക്കി ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കൂടി അല്ലെ. നിലം ഉഴുത് അവിടെ ഇതാക്കിയ കൃഷി ചെയ്തപ്പോ എന്താക്കി അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ എന്താക്കി അവിടെ വർദ്ധിച്ചു അല്ലെ. This stimulated trade and the subsequent growth of cities. Magadha cities Magadha attained prosperity with the progress of agriculture and trade. എന്താണ് പറഞ്ഞിരിക്കുന്നത്, തുടർന്ന് ഈ ട്രേഡ് രംഗത്തുണ്ടായ അല്ലെ, വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി അല്ലെ. എന്താണ്, കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മഗധ എന്തായി സാമ്പത്തികമായി അഭിവൃദ്ധി പ്രാപിച്ചു അല്ലെ. എങ്ങനെയാണ് ഈ പ്രോഗ്രസ് ആയത്, അഗ്രികൾച്ചറും ട്രേഡിലൂടെയാണ് എന്താക്കിയത് മഗധ പ്രോഗ്രസ് വഹിച്ചത് അല്ലെ. അപ്പൊ എന്താണ് ഫസ്റ്റ് പറഞ്ഞത്, മഗധ എന്താണ് ഡെപ്പോസിറ്റ് അയൺ ഓർ ഒരുപാട് ഉണ്ട് അല്ലെ. അപ്പൊ എന്താക്കി അയൺ ഓർ ഉണ്ടായപ്പോ അവരെന്താക്കി വെപ്പൺസും ഇംപ്ലിമെന്റ്സും ഒക്കെ ഉണ്ടാക്കി അല്ലെ. അപ്പൊ എന്താക്കി ഇവര് ആ ഡെൻസ് ഫോറസ്റ്റ് എന്താക്കി ഈ ഇരുമ്പിന്റെ മഴുവിനോട് വെട്ടിത്തെളിച്ചു. പിന്നെ ഇരുമ്പിന്റെ കലപ്പനോട് അല്ലെ, പ്ലഫിനോട് എന്താക്കി അവര് ഹാർഡ് സോയിലൊക്കെ കിളച്ച് പിന്നെന്താക്കി വിത്തിട്ട് ഒരുപാട് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻസ് ഉണ്ടായി അല്ലെ. അത് ഇതായപ്പോ എന്താണ്, തുടർന്ന് വാണിജ്യ രംഗത്തുണ്ടായ പുരോഗതി നഗരങ്ങളുടെ വളർച്ചയ്ക്ക് ഇടയാക്കി അല്ലെ. കാർഷിക രംഗത്തും വാണിജ്യ രംഗത്തും ഉണ്ടായ മുന്നേറ്റത്തിലൂടെ മഗധ എന്തായി സാമ്പത്തികമായി നല്ല പ്രോഗ്രസ് ആയി അല്ലെ.
prosperity ആയി അല്ലേ. This helped Magadha to organize a huge army and conquer the nearby regions അല്ലേ. അപ്പൊ എന്താക്കി, വലിയൊരു സൈന്യത്തെ രൂപീകരിക്കാനും ചുറ്റുമുള്ള പ്രദേശങ്ങൾ കീഴടക്കാനും ഈ മഗധയിലെ സമ്പൽ സമൃദ്ധി രാജാക്കന്മാരെ സഹായിച്ചു അല്ലെ. അപ്പൊ ഈ സമ്പൽ സമൃദ്ധി ഉണ്ടായപ്പോ എന്താക്കി, മഗധ എന്താക്കി, കുറെ വലിയ ഹ്യൂജ് ആർമീനെ ഉണ്ടാക്കി അല്ലെ. പിന്നെ അടുത്തുള്ള നിയർ ബൈ റീജിയൻസിനെയൊക്കെ ഇവരെ കീഴിലാക്കി അല്ലെ. Rulers of Magadha during their reigns annexed other Janapadas to Magadha, thus making it a larger kingdom അല്ലെ. എന്താണ്, വ്യത്യസ്ത കാലങ്ങളിൽ മഗധ ഭരിച്ച ഭരണാധികാരികൾ എന്താക്കി, മറ്റ് മഹാജനപദങ്ങളെ മഗധയോട് കൂട്ടിച്ചേർത്തു അല്ലെ. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ, ഇത്രയും മഗധകൾ ഉണ്ട് അല്ലെ. മഗധ, അംഗ, വജ്ജി, വത്സ, മല്ല, കാശി, കൊശാല, ചേതി, പഞ്ചാല, ആശ്മക, വന്തി, ശൂരസേന, കുരു, മത്സ്യ, ഗന്ധാര, കൊംബോജം അല്ലെ, കമ്പോജം. അപ്പൊ അതൊക്കെ എന്താക്കി, ആ ജനപദാസിനും പിന്നെ മഹാജനപദാസ് വ്യത്യസ്ത ഭരിച്ച മറ്റ് മഹാജനപദങ്ങളെ എന്താക്കി, അതിനെയൊക്കെ എന്താക്കി, ഈ വേറെയും ജനപദാസ് ഉണ്ടായിരുന്നു അല്ലെ, അതിനെയൊക്കെ എന്താക്കി, ഈ മഗധയോട് കൂട്ടിച്ചേർത്തു അല്ലെ. ദസ് മേക്കിംഗ് ഇറ്റ് എ ലാർജർ കിങ്ഡം അല്ലെ. ഇങ്ങനെ മഗധ എന്താക്കി, വിശാലമായ ഒരു രാജ്യമായി മാറിയതാണ്. ഓക്കെ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ്ഡ് മഗധ ടു ഗ്രോ ആസ് എ പവർഫുൾ കിങ്ഡം? ഒരു പ്രബല ശക്തിയായി മാറുന്നതിൽ മഗധയെ സഹായിച്ച ഘടകങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയാണ്? ലാർജ് ഡെപ്പോസിറ്റ്സ് ഓഫ് അയൺ ഓർ അല്ലെ, ഇരുമ്പിന്റെ ലഭ്യതയാണ് മെയിൻ ആയിട്ട് അവരല്ലേ. പിന്നെ അതിന് ശേഷം എന്തൊക്കെയുണ്ട് എന്നുള്ളത് നിങ്ങൾ എഴുതട്ടോ, ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളത് അല്ലെ. ഇനി നോക്കൂ, അഹിംസ. എന്താണ് അഹിംസ അല്ലെ? അഹിംസ, ഈ പ്രൊക്ലമേഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. അഹിംസ എന്ന് പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞില്ല എന്താണ്, നല്ല കാര്യങ്ങൾ ചെയ്യുക, എന്താണ്, കൊല്ലും കൊലയൊക്കെ ഒഴിവാക്കുക അല്ലെ, അങ്ങനത്തെ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെ അല്ലേ വരുന്നത്. നോക്കൂ, ദിസ് ഈസ് ആൻ ഓർഡർ ഫ്രം ഹിസ് ഹൈനസ്. എന്താണ്, ഇത് രാജാജ്ഞയാകുന്നു അല്ലെ. Nobody should practice animal sacrifice as part of yajna henceforth. Blood shedding rituals and offering in the form of flesh are not permitted. Acquiring knowledge is life. This proclamation stipulates that only the kind are bestowed with kindness. This is the order from his highness. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് രാജാവിന്റെ ആജ്ഞയാണ് അല്ലെ, രാജാജ്ഞയാകുന്നു അല്ലെ. യജ്ഞത്തിനായുള്ള പ്രാണിഹിംസ മേലിൽ പാടില്ല. ജീവരക്തം ചെരിഞ്ഞുള്ള ഒരാചാരവും ഇവിടെ വേണ്ട അല്ലെ. മാംസം കൊണ്ടുള്ള പൂജ വേണ്ട. അറിവ് നേടുക, അതാണ് ജീവിതം. ദയുള്ളവനെ എന്താക്കുള്ളൂ, ദയ കിട്ടൂ എന്ന് ധരിപ്പിക്കുകയാണ് ഈ വിളംബരം. ഇത് രാജാജ്ഞ അല്ലെ. അപ്പൊ ഇത് എന്താ, ആരെ പ്രൊക്ലമേഷൻ ആണിത്? ദിസ് ഈസ് ദ പ്രൊക്ലമേഷൻ ഓഫ് കിങ് ബിംബിസാര ഓഫ് മഗധ അല്ലെ. മഗധയിലെ ഒരു ഭരണാധികാരിയായിരുന്ന ബിംബിസാരന്റെ വിളംബരമാണിത് അല്ലെ. What could have prompted him to make such a proclamation? എന്തായിരിക്കും ഇത്തരം ഒരു വിളംബരത്തിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് നമുക്ക് നോക്കാം. We have discussed the role of agricultural progress in the growth of Magadha to a powerful kingdom. എന്താണ്, ഒരു രാജ്യം എന്ന നിലയിലുള്ള മഗധയുടെ വളർച്ചയിൽ കാർഷിക പുരോഗതി വഹിച്ച പങ്ക് നാം മനസ്സിലാക്കിയല്ലോ അല്ലെ. Cattle were the backbone of an agricultural sectors in those days. എന്താണ്, കന്നുകാലികളായിരുന്നു എന്ത്, കാർഷിക മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത് അല്ലെ. അഗ്രികൾച്ചറൽ സെക്ടറിന്റെ എന്താ ബാക്ക് ബോൺ എന്ന് പറയുന്നത് എന്താണ്, കാറ്റിൽ ആയിരുന്നു അല്ലെ. They were essential for ploughing and a source of manure അല്ലെ. എന്താണ്, കാർഷിക മേഖലയുടെ അടിത്തറ എന്താണ്, ഈ കാറ്റിൽസ് ആയിരുന്നു, കന്നുകാലികളായിരുന്നു അല്ലെ. നിലം ഉഴുന്നതിനും വളത്തിനും എന്താണ്, ഈ കാറ്റിൽസിന് ആവശ്യമായിരുന്നു, കാലികളെ ആവശ്യമായിരുന്നു അല്ലെ. എക്സ്റ്റൻസീവ് കില്ലിംഗ് ഓഫ് കാറ്റിൽ ആസ് ഓഫറിംഗ്സ് ഡ്യൂറിംഗ് ദ യാഗാസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ് അഗ്രികൾച്ചർ. എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. എന്നാൽ യാഗങ്ങളുടെ ഭാഗമായി വൻ തോതിൽ കന്നുകാലികളെ കൊന്നൊടുക്കിയത് എന്താക്കി, കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു അല്ലെ. ഇറ്റ് ഈസ് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദാറ്റ് കിങ് ബിംബിസാര മേഡ് സച്ച് എ റോയൽ പ്രൊക്ലമേഷൻ അല്ലെ. എന്താണ്, ഈ പശ്ചാത്തലത്തിലാണ് എന്ത്, ബിംബിസാരൻ ഇത്തരമൊരു വിളംബരം പുറപ്പെടുവിച്ചത് അല്ലെ, പുറപ്പെടുവിച്ചത് അതിനാണ് അല്ലെ. നോക്കൂ, during this period, ഈ പീരീഡിലാണ് എന്ത്, ബുദ്ധിസം ആൻഡ് ജൈനിസം ഇവോൾവ്ഡ് അഗൈൻസ്റ്റ് ദ ഇൻഇക്വാലിറ്റീസ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ സൊസൈറ്റി. ജൈനിസം പ്രൊപ്പഗേറ്റഡ് ബൈ വർദ്ധമാന മഹാവീര അല്ലെ, വർദ്ധമാന മഹാവീര and Buddhism by Gautama Buddha gave emphasis to ahimsa. It was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. എന്താണ്, ഈ കാലഘട്ടത്തിലാണ് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കെതിരായിട്ട് ഈ ജൈന മതവും ബുദ്ധമതവും ഉണ്ടായത്, ആവിർഭവിച്ചു അല്ലെ. ഇവിടെ against the inequalities അല്ലെ, അസമത്വങ്ങൾക്കെതിരായിട്ട് എന്താക്കി, ജൈനമതവും ബുദ്ധമതവും ആവിർഭവിച്ചു. ജൈനിസം പ്രൊപ്പഗേറ്റഡ് ബൈ
വർദ്ധമാന മഹാവീരൻ അല്ലെ, വർദ്ധമാന മഹാവീരനാണ് ജൈനിസം എന്താക്കിയത്, പ്രചരിപ്പിച്ചത് അല്ലെ. പിന്നെ ഗൗതമ ബുദ്ധനോ എംഫസിസ് ബുദ്ധിസം അല്ലെ. എന്താണ് ഈ ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും എന്തിനാണ്, ടു ഗിവ് എംഫസിസ് ടു അഹിംസ അല്ലെ. ഇത് രണ്ടും എന്തിനാണ്, ഈ അഹിംസക്കാണ് എന്ത് പ്രാധാന്യം നൽകിയത് അല്ലെ. എന്താണ് വർദ്ധമാന മഹാവീരൻ പ്രചരിപ്പിച്ച ജൈന മതവും പിന്നെ ഗൗതമ ബുദ്ധൻ സ്ഥാപിച്ച ബുദ്ധമതവും എന്താണ് അഹിംസക്ക് പ്രാധാന്യം നൽകി. ഇറ്റ് was widespread animal sacrifice that prompted Buddha and Mahavira to spread the doctrine of ahimsa. എന്താണ് ഇവിടെ പറയുന്നത്, വ്യാപകമായ മൃഗബലിയാണ് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത് അല്ലെ. അവിടെ പ്രൊക്ലമേഷൻ നടത്തിയത് എന്ത്, ബിംബിസാരൻ നടത്തിയത് എന്തിനാണ്, ഈ എന്താണ് കാറ്റിലിന്റെ എന്താണ് ഇതാണ് അല്ലെ, എന്താണ് മൃഗബലി അല്ലെ. വ്യാപകമായ മൃഗബലിയാണ് എന്ത് ബിംബിസാറിനെ ആ പ്രൊക്ലമേഷൻ നടത്തിയത്. അതുപോലെ ബുദ്ധമതവും ജൈനിസം ഒക്കെ ഉണ്ടായത് എന്താണ്, കാരണം എന്താണ്, വ്യാപകമായ മൃഗബലിയാണ് എന്ത് ഈ അതില് അഹിംസ പ്രചരിപ്പിക്കാൻ മഹാവീരനെയും ബുദ്ധനെയും പ്രേരിപ്പിച്ചത് അല്ലെ. സ്റ്റാച്യു ഓഫ് മഹാവീര അല്ലെ, മഹാവീരന്റെ പ്രതിമയാണിത്. ഇത് സ്റ്റാച്യു ഓഫ് ബുദ്ധ, ബുദ്ധന്റെ എന്താണ് സ്റ്റാച്യു ആണ്, ബുദ്ധന്റെ പ്രതിമയാണ് ഇത് അല്ലെ. They preached their ideology in the language of common man. Prakriti was the language that Mahavira used, while Buddha used Pali language. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്, സാധാരണക്കാരന്റെ ഭാഷയിലായിരുന്നു അവർ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് അല്ലെ. മഹാവീരൻ ഉപയോഗിച്ച ഭാഷ ഏതാണ്, പ്രാകൃത് ആയിരുന്നു അല്ലെ. പ്രാകൃത് വാസ് ദ ലാംഗ്വേജ് ഓഫ് മഹാവീര യൂസ്ഡ്. മഹാവീരന്റെ ഏതാണ് മതം, ജൈനിസ് ആണ് അല്ലെ. അതില് പ്രാകൃതാണ് എന്താണ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് അല്ലെ. വൈൽ ബുദ്ധ യൂസ്ഡ് പാലി ലാംഗ്വേജ്. പക്ഷെ ബുദ്ധ ഏതാണ് ഉപയോഗിച്ചിരുന്ന ആ സമയത്ത്, ബുദ്ധ ഉപയോഗിച്ചത് പാലി ലാംഗ്വേജ് ആയിരുന്നു ബുദ്ധിസത്തിൽ അല്ലെ. മഹാവീര ആൻഡ് ബുദ്ധ were brought up in royal families in the lap of every luxury അല്ലെ. രാജകുടുംബത്തിൽ വളർന്ന ബുദ്ധനും മഹാവീരനും അല്ലെ, രണ്ടാളും രാജകുടുംബത്തിൽ വളർന്നതാണ് അല്ലെ. അവര് ബുദ്ധനും മഹാവീരനും എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് എന്താക്കി ലഭിച്ചിരുന്നു അല്ലെ, എവറി ലക്ഷറി അല്ലെ, എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. സ്റ്റിൽ they were unhappy. എന്നിട്ട് എന്താണ്, and worried about the sufferings of the common man and thought of the ways to relieve them of their sufferings അല്ലെ. എന്താണ് അവർക്ക് എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് എന്താണ് കുടുംബത്തിൽ വളർന്ന അവർക്ക് ലഭിച്ചിരുന്നു അല്ലെ. എന്നാൽ കോമൺ ജനങ്ങളുടെ അല്ലെ, കോമൺ മാന്റെ സാധാരണക്കാരുടെ കഷ്ടതകൾ അവരെ എന്താക്കി, അസന്തുഷ്ടരും അസ്വസ്ഥരുമാക്കി അല്ലെ. അവരെന്താ വെറീഡും ആക്കി, സഫറിങ്ങും ആക്കി അല്ലെ, അൺഹാപ്പി ആക്കി അല്ലെ, അൺഹാപ്പി ആക്കി വെറീഡും ആക്കി അല്ലെ. ജനങ്ങളുടെ ദുരിതങ്ങൾക്കുള്ള ആശ്വാസ മാർഗങ്ങളാണ് അവർ അന്വേഷിച്ചത് അല്ലെ. അവർ അന്വേഷിച്ചത് എന്താണ്, ജനങ്ങളുടെ റിലീവിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടിയുള്ള വഴികളാണ് എന്താക്കിയത് അവര് അന്വേഷിച്ചത് അല്ലെ. ജൈൻ പ്രിൻസിപ്പിൾ എന്താന്ന് നോക്കിയേ, എന്താണ് ജൈനമത തത്വങ്ങൾ എന്താണ്, അതുപോലെ ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലെ, ബുദ്ധമത തത്വങ്ങൾ എന്താന്ന് നോക്കുക. റൈറ്റ് നോളജ് അല്ലെ, ജൈൻ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, റൈറ്റ് നോളജ്, റൈറ്റ് ഫെയ്ത്ത്, റൈറ്റ് കണ്ടക്ട് അല്ലെ. എന്താണ് റൈറ്റ് നോളജ്, ശരിയായ ജ്ഞാനം. പിന്നെന്താണ് റൈറ്റ് ഫെയ്ത്ത്, ശരിയായ വിശ്വാസം. റൈറ്റ് കണ്ടക്ട്, ശരിയായ പ്രവൃത്തി അല്ലെ. ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ബുദ്ധമത തത്വങ്ങൾ എന്താണ്, the worldly life is full of sufferings അല്ലെ. ഇഹലോക ജീവിതം ദുഃഖപൂർണമാണ്. desire is the sole reason for unhappiness. ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. one can ward off sufferings if one frees oneself from desires. എന്താണ് ആഗ്രഹങ്ങളെ ഇല്ലാതാക്കിയാൽ ദുഃഖങ്ങളെ ഇല്ലാതാക്കാം. adopting the eightfold path frees one from desire and sufferings അല്ലെ. അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കുക വഴി ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുക അല്ലെ. അതൊക്കെയാണ് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ജൈൻ പ്രിൻസിപ്പിൾ ഇതാണ്, ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾ ഇതാണ് കേട്ടോ. Why did Buddhism and Jainism give much importance to the idea of ahimsa? എന്തുകൊണ്ടാണ് ജൈന ബുദ്ധ മതങ്ങൾ അഹിംസയ്ക്ക് പ്രാധാന്യം നൽകിയത്, എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ എഴുതുക കേട്ടോ. അപ്പം ഈ ഭാഗം ടീച്ചർ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എക്സ്പാൻഷൻ ഓഫ് പവർ എന്നുള്ള ഭാഗം ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായി മനസ്സിലാക്കുക കേട്ടോ. എന്താണ് ബുദ്ധിസം, എന്താണ് ജൈനിസം അല്ലെ, അതിലുള്ള ലാംഗ്വേജ് ഏതാണ്, എന്താണ് മഹാവീരയാണ്, എന്ത് ജൈനിസത്തില് പ്രാകൃത ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഗൗതമ ബുദ്ധ ബുദ്ധിസം പാലി ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെ. അതൊക്കെ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ ചാപ്റ്റർ നന്നായി പഠിക്കുക കേട്ടോ. ഓക്കെ, അതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.